നോട്ട് ഗിവ് അപ്പ്. നീ വിട്ടുകളയരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അവർ തിരിച്ചു വരവ് തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു വരവ് തുടങ്ങിയെന്ന് കർത്താവ് പരിശുദ്ധാത്മാവ് പറഞ്ഞു എങ്കിൽ പിന്നെ അതേ മുറുക്കപ്പിടി. ഒറ്റ വേർഡ് മതി, കർത്താവ് ഒരു വാക്ക്. അവർ തിരിച്ചു വരുന്നു. എൻ്റെ വചനം പല മാസങ്ങളായിട്ടും ദിവസങ്ങളായിട്ടും വർഷങ്ങളായിട്ടും കേൾക്കുന്നവർക്കൊരു വിടുതൽ ദൈവം അയച്ചിരിക്കുന്നു. അത് ഏറ്റെടുക്കുന്ന എത്ര പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏറ്റെടുക്കുക. ഞാൻ ഏറ്റെടുക്കുന്നു, നിങ്ങൾ ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വാക്കയച്ചാൽ അത് പ്രാപിച്ചെടുക്കണം. നമ്മൾ ഈ TD ജെയ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ പ്രാസംഗികർ അമേരിക്കയിലുള്ളവർ, അവരൊക്കെ സൗദിയിലൊക്കെ വെച്ച് ഈ ഗോഡ് TV-യിലൊക്കെ എപ്പോഴും ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഇവരെയൊക്കെ നമുക്ക് പരിചയമാകുന്നത്. അപ്പോൾ ഇദ്ദേഹം വരുന്നിടത്തെല്ലാം ഈ ബുക്കുകൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ 2-3 ബുക്സ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ കൊണ്ടുവരും. എന്നിട്ട് ആർക്കെങ്കിലും ആഗ്രഹമുള്ളവർ വന്നെടുക്കാനായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒരെണ്ണം പിക്കി പിടിക്കുമ്പം ഏതെങ്കിലും ഒരു സ്ത്രീ ഈ ഗ്രൂപ്പിനകത്തുനിന്ന് ഈ അതായത് ഓഡിറ്റോറിയത്തിൽ വലിയ ആളുകളാണ് നിറച്ച്, ഓടി ഓടി എല്ലാവരെയും കവിച്ച് വെച്ച് ഓടി അവർ മുൻപിൽ പോയി ആ പുസ്തകം വാങ്ങിക്കും. അവരുടെ തീഷ്ണത, ആ ബുക്ക് എനിക്ക് വേണം. ആ തീഷ്ണതയാണ് ദൈവവും ആഗ്രഹിക്കുന്നത്. ദൈവം എല്ലാ അനുഗ്രഹവും തരാൻ ആഗ്രഹിക്കുകയും തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ പാപം കൊണ്ടാണ്, കുറവ് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ എക്സ്ക്യൂസ് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി അറിയാഞ്ഞിട്ടാണ്. കർത്താവ് ഒരാളെ ഉയർത്തി എന്ന് വിചാരിച്ചാൽ 4 ദിവസം ചത്ത് കിടന്നാലും കർത്താവ് പൊക്കിയെടുക്കും. എലീശ പ്രവാചകന് ചത്ത് കിടന്നിട്ട് അസ്ഥിയിൽ ചെന്നുകൊണ്ട് ഒറ്റ വർഷം കഴിഞ്ഞിട്ട് ആരുടെയോ ശവം കൊണ്ടിട്ടു, ആ മനുഷ്യനെ എഴുന്നേറ്റ് വന്നു. അപ്പോൾ ഇതിനൊന്നും സമയമോ പരിധിയോ ഒന്നും അല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എത്ര നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങളും നടത്തി തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ സേസ് ഡു നോട്ട് ഗിവ് അപ്പ്. അതായത് യുവർ സീസൺ ഓഫ് ഫുൾഫിൽമെൻറ്റ് ഈസ് നിയർ യു. നിനക്ക് നീ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ഉത്തരം കിട്ടുന്ന ടൈമായിരിക്കാം ഇപ്പം. അതിനി നാളെ ആട്ടെ, ഇന്ന് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇനി സ്തുതിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവിൽ ഇതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നു, സൗദി വെച്ച് മോള് പരീക്ഷ എഴുതുന്ന സമയത്ത് അന്ന് ഹാർവേഡ് പഠിച്ചുകൊണ്ടിരിക്കുക. പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് അറിഞ്ഞില്ല. പക്ഷേ അന്ന് ചൊവ്വാഴ്ച ഞാനാണ് വചനം പറയാൻ പോകേണ്ടത് അരാംകോയിൽ വെച്ച്. അപ്പം ഞാൻ പോകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞു സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു റിസൾട്ടൊന്നും അറിഞ്ഞില്ലല്ലോ കർത്താവ് എന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു നീ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോയി. നല്ല മാർക്കിൽ സ്കോളർഷിപ്പോടുകൂടി മോള് പരീക്ഷ പാസ്സായി. ദ തിങ് ഈസ് ദാറ്റ് ദൈവം പറയുന്നത് ചെയ്യാനുള്ള കൃപ, അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ളൊരു കൃപ എപ്പോഴും ഉണ്ടാകണം. പക്ഷേ വല്ലപ്പോഴെങ്കിലും നമുക്ക് കൊണ്ടോ കർത്താവ് പറയുന്നത് അനുസരിക്കാനുള്ള കൃപ വരണം. അപ്പോൾ ഡിസപ്പോയിൻമെൻറ്റ് ഹാസ് എ വേ ഓഫ് ഷേക്കിംഗ് എ ഫൗണ്ടേഷൻ. വി ആർ അഫ്രെയ്ഡ് ഓഫ് ഹേർട്ട്. ഫിയർ സേസ് സെറ്റിൽ ഫോർ ലോ, ബട്ട് ഹോളി സ്പിരിറ്റ് ഡസ് നോട്ട് ലീഡ് us ടു ഫിയർ ബട്ട് ഗിവ്സ് ഫെയ്ത്ത്. അതായത് നമുക്ക് ഒത്തിരി അങ്ങ് ഒന്നിൻ്റെ പുറകെ നടക്കാതാകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വിശ്വാസത്തിൻ്റെ കോർ ഫൗണ്ടേഷൻ ഒന്ന് ഷെയ്ക്ക് ചെയ്യും. അല്ല വിൻ്റെ കാറ്റയച്ചാൽ കാറ്റ് 4 കാര്യങ്ങൾ ചെയ്യും. അത് കാറ്റ് ശക്തിയായിട്ട് വന്നാൽ ഫൗണ്ടേഷൻ പുറത്ത് കാണിക്കാൻ തുടങ്ങും. അത് കാറ്റെല്ലാം പറപ്പിച്ചു കഴിഞ്ഞു പിന്നെ ഈ കാറ്റ് കതിരും പതിരും കൂടെ മാറ്റി കാണിക്കും. ഈ കാറ്റുള്ളത് കൊണ്ട് ഇത് വേണ്ടാത്തെല്ലാം മാറിക്കും. മൂന്നാമത് ഷൈൻ ചെയ്ത് നല്ല നിൽക്കുന്നത് ഉറപ്പോടെ നിൽക്കുന്നു. ഈ കാറ്റ് വന്ന് അടിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മുടെ വീട് ഇടിഞ്ഞു പോകുമെന്ന്. പക്ഷെ നല്ല ഫൗണ്ടേഷനിൽ അല്ലെങ്കിൽ നല്ല അടിസ്ഥാന കല്ലിട്ട് കല്ലിന്മേൽ പണിത് പാറമേൽ പണിത വീടാണ് അവിടെ നിൽക്കും. അത് കാറ്റ് വന്നല്ല, കോളം വന്നല്ല, വെള്ളം വന്നല്ല, മഴ വന്നാൽ. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ മാറി നിൽക്കുന്നിടത്തുനിന്ന് എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ചോദിക്കും. ഭർത്താവ് പറയുന്നത് ഡു നോട്ട് സെറ്റിൽ ഫോർ ലോ. അവർ അതായത് താണ ലെവലിലേക്ക് നീ ചിന്തിക്കാതെ അവരെ ഉയർത്തുന്ന വൻകരം, അതായത് ദൈവത്തിൻ്റെ വലതുകൈ അവിടെ ചെന്ന് ഇവരെ പൊക്കുന്നതായിട്ട് കാണാം. കർത്താവിൻ്റെ വലതുകൈ അവരെ ചെന്ന് പൊക്കിയെടുത്ത് മുകളിലോട്ട് കൊണ്ടുവരും. ആ ഭാഗ്യം അത് നമ്മൾ ചോദിച്ചു വാങ്ങിക്കുക. കർത്താവേ ഞാനത് കാണുന്നു, എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നു, എൻ്റെ കാഴ്ചയുടെ മുമ്പിൽ അത് നിൽക്കുകയാണ്, നിൻ്റെ സന്നിധിയിൽ ഞാനത് നിൽക്കുകയാണ്. ദ ഹോളി സ്പിരിറ്റ് ഡസ് നോട്ട് ലീഡ് us ടു ഫിയർ ബട്ട് ഗിവ്സ് ഫെയ്ത്ത്. ഏബ്രഹാം വാസ് കോൾഡ് ദ ഫാദർ ഓഫ് നേഷൻ. അതായത് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുകയാണ്. വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുമ്പോൾ അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായിട്ട് കണ്ടു. അബ്രഹാമിനൊരു സന്തതി ഉണ്ടാകുമെന്ന് ദൈവം തമ്പുരാൻ വാഗ്ദത്തം ചെയ്തു. റോമർക്ക് എഴുതിയ ലേഖനം 4 പറയുന്നുണ്ട്, അബ്രഹാം 4:18 അബ്രഹാം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയെന്ന്. അതാണ് വിശ്വാസം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ അതായത് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുണ്ടായി എന്ന് വിളിച്ച് പറയുകയാണ്. എൻ്റെ മോനുണ്ടായി, എനിക്ക് മോനുണ്ടായി. നക്ഷത്രങ്ങളെപ്പോലെ തരുന്ന ദൈവം നക്ഷത്രങ്ങളെപ്പോലെ എനിക്ക് മക്കളുണ്ടായിരിക്കുന്നു. കടൽ തീരത്തെ മണൽത്തരി പോലെ എനിക്ക് മക്കളുണ്ടായിരിക്കുന്നു. ഇതൊക്കെ അബ്രഹാം ഈ 100-ാം വയസ്സിൽ വിളിച്ച് പറയുക എന്ന് പറയുമ്പോഴേ
നമുക്കതൊരു അതിശയം. പക്ഷേ വിശ്വാസത്തിൻ്റെ ആ ഉറപ്പ് വരുമ്പോൾ നമ്മൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ ഭവനങ്ങളിൽ? അത് നടന്നിരിക്കും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയും വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കും. നമ്മൾ മറന്നു പോകും, ഇനി അത് നടന്നിട്ട് കാര്യമില്ല. ഈ വീട് അങ്ങനെയാണ്, കുറേ നാൾ പണിതിട്ട് മടുത്ത് ഞാൻ പറഞ്ഞാൽ ഇനിയും വീടും പണിയേണ്ട, ഒന്നും വേണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ. എപ്പോഴും താമസിക്കുമ്പോൾ നല്ല വീട് തന്നിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ ഈ വീടിനെന്താ ഇത്ര പ്രത്യേകത? അങ്ങനെ വിട്ടുകൊടുത്ത് ദൈവത്തിന് വിട്ടുകൊടുത്ത് കഴിഞ്ഞപ്പം ദൈവം ഇറങ്ങി വന്ന് കോവിഡ് സമയത്താണ് ഇത് പൂർത്തീകരിച്ചു തന്നു. തക്ക സമയത്ത് അതിന് ആളുകളെ ഒരുക്കി കൊണ്ടുവന്നില്ല. എല്ലാം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടും പൂർത്തീകരിക്കാൻ ഒത്തിച്ചില്ല. അത് നമ്മൾ നോക്കുമ്പോൾ ദാവീദ് ദൈവത്തിന് ആലയം പണിയാൻ വേണ്ടി എല്ലാം കൂട്ടിവെച്ചു. ദാവീദ് വിചാരിച്ച് മരിക്കുന്നതിന് മുമ്പ് ആലയമൊക്കെ ദൈവത്തിന് പണിത് കൊടുക്കണം. പക്ഷെ ദൈവം നാഥാനെ കൊണ്ട് പറയിപ്പിച്ചു, നീ അല്ല പണിയേണ്ടത്, നിൻ്റെ മകനെ കൊണ്ട് ഞാൻ പണിയിപ്പിച്ചോണ്ട്. ഇതാണ് നമ്മൾ അവിടെ നിർത്തുന്നില്ല. അത് ശലോമോൻ്റെ നന്മ കൊണ്ടൊന്നുമല്ല. ശലോമോൻ്റെ ജീവിതത്തിൽ ലാസ്റ്റിൽ ഒത്തിരി പാളിച്ചകൾ വന്നു. പക്ഷേ ദൈവം ദാവീദിന് കൊടുത്ത വാഗ്ദത്തം ഇത് നമ്മൾ പഠിക്കുമ്പോൾ മുൻ തലമുറകളിലോട്ടല്ലേ ചോദ്യം നമ്മളോടല്ലേ വരുന്നത്. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അവരത് ഫോളോ ചെയ്തു. നമ്മൾ ഈ സ്ഥിതിയിൽ നിൽക്കുന്ന നമ്മുടെ മുൻ തലമുറകളുടെ പ്രാർത്ഥന എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഇല്ലേ? ഞാനൊക്കെ ചെങ്ങന്ന് പുത്തങ്കാവ് സ്ഥലത്തു നിന്ന്, ഞാൻ പുത്തങ്കാവ് തെരുവെന്ന് പറഞ്ഞ പള്ളിക്ക് പോകുന്ന സ്ഥലം, അവിടെയൊക്കെ റോഡ് സൈഡ് മുഴുവനും ചെറിയ ചെറിയ കുടിലുകൾ, ഒരാൾക്ക് 100 നിന്ന് കയറാനൊക്കത്തില്ല, അത്രയും കുടിലുകളായിരുന്നു എല്ലാം. ആ കുടിലുകളെല്ലാം അവിടെ എല്ലാം 7 മണി 8 മണിക്ക് ഇറങ്ങി തിരിച്ചാൽ വൈകിട്ട് എല്ലാ ഭവനങ്ങളിലും അവരവരുടേതായിട്ടുള്ള സന്ധ്യയുള്ള പ്രാർത്ഥനയും പാട്ടും കേൾക്കാമായിരുന്നു. ഇപ്പോഴും അവിടെ എല്ലാം 2 നില കെട്ടിടങ്ങളായി. വീട് റോഡ് ഇതുവരെ വിസ്താരമൊന്നും ആക്കിയിട്ടില്ല, അതുപോലെ അടുപ്പിച്ചാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ റോഡ് മുഴുവൻ ടാർ ചെയ്തിരിക്കുന്ന പോലെ നല്ലതായിട്ട് തോന്നിക്കും. പക്ഷേ ഒരു വീട്ടിൽ നിന്നും പാട്ടും പ്രാർത്ഥനയും പൊങ്ങുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നില്ല. കാരണം കാലം മാറിപ്പോയി, ആർക്കും നേരമില്ല. അപ്പം ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടിയ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ ഇരുന്ന് പ്രാപിച്ചെടുക്കാനുള്ള പ്രത്യേക കൃപ ഇവിടെ നമ്മൾ ചെയ്യുകയാണ്. പത്രോസിനെ കുറിച്ച് ചോദിക്കും. പത്രോസ് ദൈവത്തോട് ഒത്തിരി സ്നേഹമുള്ള വ്യക്തിയും സ്നേഹിച്ച വ്യക്തിയുമാണ്. എന്നാൽ പത്രോസിൻ്റെ ജഡം പലപ്പോഴും തടസ്സമായി നിൽക്കുന്നത്. പത്രോസിനോട് ദൈവം പറയുന്നുണ്ട്, വെള്ളത്തിൻ്റെ മേൽ കടന്നു പോവാ എന്ന് ദൈവം വിളിക്കുന്നു. യേശു വിളിക്കുന്ന ഉടനെ നീ ആണെങ്കിൽ ഞാൻ നടക്കാമെന്ന് പറഞ്ഞ് പത്രോസ് നല്ല ധൈര്യമായിട്ട് അല്പമെങ്കിലും വെള്ളത്തിൽ ഇറങ്ങാൻ അതുകൊണ്ട് ധൈര്യം ഉണ്ടായി, ഇറങ്ങി നടന്നു. പക്ഷേ എപ്പോൾ താഴോട്ട് നോക്കിയോ, എപ്പോൾ കോളത്തിനെയും വെള്ളത്തിനെയും നോക്കിയോ അന്നേരം താഴോട്ട് വീണു. ഇതാണ് നമ്മുടെ ജീവിതം. നമ്മളെല്ലാവരും തുടങ്ങുന്നത് വിശ്വാസത്തിലാണ്, അവസാനം കർത്താവ് വരയ്ക്ക് കയറ്റും. പക്ഷേ പകുതിയാകുമ്പോൾ നമ്മളെല്ലാം താണു പോകുന്നു. ഈ പകുതിക്കുള്ള സ്റ്റേജ് ഒന്നും അറിയാൻ വയ്യാതെ ഈ കുഞ്ഞുങ്ങൾ കിടന്ന് അലയുന്നത്. കുറേ അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങൾ മരുഭൂമിയിൽ ചെന്നിട്ട് ജോലിയില്ല, ശമ്പളമില്ല, ജോലിയുണ്ട് ശമ്പളം കൊടുക്കത്തില്ല, പിന്നെന്താ അവർക്ക് തിരിച്ചും വരാൻ വയ്യ, അവർക്ക് അവിടെ നിൽക്കാനും വയ്യ, ഇങ്ങനെയൊക്കെ പറയുന്ന അമ്മമാരുണ്ട്. അവരുടെയൊക്കെ വേദന കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, കർത്താവേ നിൻ്റെ ദൂതൻ നിനക്കിതൊന്നും പ്രശ്നമല്ലല്ലോ, നീ എന്താണെന്ന് വെച്ചാൽ പരിഹരിച്ചു കൊടുക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവം അത് കേൾക്കുന്നുണ്ട്. ഈ പത്രോസ് തള്ളിപ്പറഞ്ഞ് യേശുവിനെ പേടിച്ചിട്ട് മാറി നിന്ന പത്രോസിനെ ദൈവം തമ്പുരാൻ 3 പ്രാവശ്യം പറഞ്ഞ് റീഇൻസ്റ്റേറ്റ് ചെയ്തു. അപ്പം അതിനു മുമ്പ് ദൈവവും വിട്ട് കളഞ്ഞില്ല, പത്രോസും വിട്ടില്ല. ദാറ്റ്സ് ഡു നോട്ട് ഗിവ് അപ്പ്. നമ്മൾ ലാസ്റ്റിൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇതെന്താ തിരിച്ചു മറിച്ച് വരുന്നതെന്ന് നമുക്ക് പറയാനൊക്കില്ലല്ലോ. അതുകൊണ്ട് ചെങ്കടലിൽ 2ആയിട്ട് മുറിയുമോ ഇല്ലയോ എന്ന് ആർക്കറിയാമായിരുന്നു. മോശയോട് പറഞ്ഞ് നീ വടിയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അയ്യോ എൻ്റെ പൊന്നെ, അതൊക്കെ ഒന്ന് ചിന്തിച്ച് നമുക്ക് ഓർക്കാൻ പോലും ഒക്കത്തില്ല. ഇത്രയും ആളുകൾ പുറകെ നിൽക്കുന്നു. മോശയ്ക്കറിയാം ചെയ്തില്ലെങ്കിൽ കല്ലെറിഞ്ഞ് അവർ നമ്മളെ കൊല്ലും, ഒരാൾ മരിക്കും, അത് വലിയ കാര്യമൊന്നുമല്ല ആണ് അവർക്ക്. പക്ഷേ ദൈവം ആരാണ്? ദൈവം മോശയോട് നീ എന്നിട്ട് കയ്യിലിരിക്കുന്ന വടിയെ നീട്ടാൻ പറഞ്ഞു. നീട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? ചെങ്കടൽ 2ആയിട്ട് മാറി. എവിടെ? ലാസ്റ്റ് മിനിറ്റിൽ. ദൈവത്തിന് പരിശുദ്ധം. അതുകൊണ്ട് ദൈവം ഇപ്പോൾ പറയുന്നത്, യെശയ്യാ 43:19 പറയുന്നത്, ഇതാ ഞാൻ നിനക്കൊരു പുതിയ കാര്യം ചെയ്യുകയാണ്. പുതിയ കാര്യം ചെയ്യുന്നവൻ വാഗ്ദത്തം തരികയാണ്. നീ ഇത്രയും നാൾ എൻ്റെ അടുക്കൽ നിന്ന് മാറാതെ നിന്നതിനാൽ എനിക്ക് മനസ്സ് തോന്നി ഞാൻ എൻ്റെ സ്വർഗഭണ്ഡാരം നിനക്ക് വേണ്ടി തുറന്നു. ദൈവം ഒരാളെ അനുഗ്രഹിച്ചാണ്ടല്ലോ ആർക്കും അതിനെതിരായിട്ട് നിൽക്കാനൊക്കത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആരെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്ക് അത് പറയാനൊക്കത്തുള്ളൂ. അത് നമ്മുടെ പുറമേയുള്ള ഒരാക്ഷനുമായിട്ട് കണക്ഷനല്ല, അത് കർത്താവ് തന്നെ തീരുമാനിച്ച് എടുക്കുന്നത്. അത് നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്, അന്തരാത്മാവ് പ്രവർത്തിക്കുന്ന. 43 ഏകദേശം 19 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നദികളും
ഉണ്ടാക്കും. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ പുതിയതൊന്ന് ചെയ്യുക, അതിപ്പോൾ ഉത്ഭവിക്കുന്നു. ദൈവം ഒരു പുതിയ കാര്യം ഇപ്പം ചെയ്യുക, അത് ഉത്ഭവിച്ചിരിക്കുന്നു. അത് പഴയ പോലല്ല, ഞാനിപ്പോൾ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. ഞാൻ എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനനുസരിച്ച്. ഇപ്പം നമ്മൾ ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നാൽ രാജാവിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള പ്രസൻറ്റ് നിധിയായിരിക്കും, സ്വർണ്ണമായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഒരു ദരിദ്രൻ്റെ വീട്ടിൽ ചെന്നാൽ അയാൾക്കുള്ളത് ഏറ്റവും എളുക്കുന്നു, അയാൾക്ക് എന്ത് തരാൻ സാധിക്കും, അയാൾക്ക് കഴിവനുസരിച്ച്. അപ്പം നമ്മൾ ഓർക്കേണ്ടത്, ഈ വലിയവനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പം ഈ നമ്മളിലുള്ള ഈ പിച്ച സ്വഭാവം, അതായത് ഇത് തികയത്തില്ല, ഇത് പോരാ എന്നൊക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. ഇത്ര കാശ് പോരാ, ജീവിക്കാൻ ഇത്ര പിള്ളേർക്ക് പഠിത്തം കൊണ്ടെങ്കിൽ ഇത് ഇത് പോരാ, 2 ജോലി പോരാ, 4 ജോലി വേണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഇപ്പോൾ എല്ലാ ചെറിയ കുടുംബങ്ങളെ അലട്ടുന്നത്. കർത്താവ് എവിടെ ദൈവം, എവിടെ ദൈവത്തിൻ്റെ സ്ഥാനം? കർത്താവ് പറയുന്ന സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ ജനത്തിനോ ഞാൻ ഉറക്കത്തിൽ പോലും കൊടുക്കും. ബുദ്ധി ആരാ കൊടുക്കുന്നത്? കഴിവാരാ കൊടുത്തിരിക്കുന്നത്? ആരോഗ്യം ആരാ തന്നിരിക്കുന്നത്? അപ്പോൾ നത്തിങ് ഈസ് ഡിഫിക്കൽട്ട്, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഗോഡ്. അതുകൊണ്ട് ഒന്ന് ചെയ്യണം, നമ്മൾ കഴിവുള്ളപ്പോൾ തന്നെ, ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സറണ്ടർ ചെയ്യണം. അതായത് നമ്മുടെ തന്നെ ശക്തിയിൽ നമ്മൾ ബലപ്പെട്ട് നിൽക്കുമ്പം ദൈവത്തിന് പ്രവർത്തിക്കാനൊക്കത്തില്ല. We try to fix it by our ability. True restoration came when you surrender. അതായത് ദൈവത്തിന് നിർബന്ധമാണ്, ശരിയാണ്, നിനക്ക് കഴിവുണ്ട്, പഠിത്തമുണ്ട്, മിടുക്കുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ വിൽ യു നോട്ട് സറണ്ടർ യുവർ, ഏതൊരു ഏരിയയിൽ ഇത് വരുന്നുണ്ട്, ഏതൊരു ഏരിയയിലും. നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പം ഇന്ന് ഞാൻ വേറൊരാളെ കണ്ടിട്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് അരമണിക്കൂർ ഇരിക്കാൻ സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊന്ന് ഇടപെടാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കഴിവിൽ അങ്ങോട്ട് ചെന്നിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷേ കർത്താവിനോട് ചോദിച്ചില്ല. വളരെ സിമ്പിളായിട്ട് ദൈവം അതിനൊരു ഉത്തരം കണ്ടിട്ടുണ്ട്. പക്ഷേ ദൈവത്തോട് നമ്മളവിടെ പോയി എല്ലാം പറഞ്ഞ് കലക്കേച്ച് തിരിച്ചു വരും, അവിടെ ഒന്നും നടന്നില്ല. എന്നാൽ വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ നമ്മൾ പോകുമ്പോൾ ചോദിക്കാൻ മറന്നുപോയി, നിന്നോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ. ഈ പ്രാവശ്യം ദൈവീക ജ്ഞാനമായിട്ട് ചെറിയ കാര്യം സിമ്പിളായിട്ട് അത് ചെയ്തു തരും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതാണ് കണ്ണിൻ്റെ മുമ്പിൽ കൂടെ വെള്ളം ഒഴുകിയിട്ട് ഹാഗാർ കാണത്തില്ല, ഞാനാ പറയുന്നത്. പരിശുദ്ധാത്മത്തിന് നമ്മുടെ മുമ്പിൽ കൂടെ ദൈവത്തിൻ്റെ കൃപ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മുടെ തലമുറ കാണുന്നില്ല. അലച്ചിൽ, വേവലാതി, വെപ്രാളം, വിഭ്രതി, ദൈവത്തിനെതിരായിട്ടുള്ള ചിന്തകളെല്ലാം അലട്ടുകയാണ്. കർത്താവ് പറയുന്നു, ഐ വിൽ ഓപ്പൺ യുവർ ഐസ് ടുഡേ. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അത് സദൃശവാക്യം 3:5 പറയുന്നുണ്ട്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് ആൻഡ് ഡു നോട്ട് ലീൻ ഓൺ യുവർ ഓൺ അണ്ടർസ്റ്റാൻഡിങ്, അക്നോളജ് ഹിം ആൻഡ് ഹി വിൽ ലീഡ് യുവർ പാത്ത് സ്ട്രെയിറ്റ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ വഴിയാണ് ഏറ്റവും നല്ല വഴി. യേശുക്രിസ്തു പോലും ക്രൂശ് മരണത്തിന് മുമ്പ് തന്നെത്താനെ സറണ്ടർ ചെയ്ത് കൊടുത്തു. പിന്നെ അതിൽ കൂടുതൽ എന്താ വേണ്ടിയത്? അത് തന്നെ നമ്മുടെ പാഠമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നിൻ്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഏൽപ്പിക്കാൻ നീ ഒരുവൻ അത്താണിയായിട്ട് നിൽക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. എന്നുകൊണ്ട് വെച്ചാൽ ഇഷ്ടം പോലെ ഭാരം, ഈ ലോകത്തിൽ ഭാരങ്ങളുണ്ട്. ഭാരങ്ങളില്ലെങ്കിൽ ഞങ്ങൾ ജീവിക്കത്തില്ല, അടുക്കത്തുമില്ല. അപ്പോൾ ഭാരങ്ങൾ ഒരു കണക്കിൽ നോക്കിയാൽ ഞങ്ങളെ ബലപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ഭാരങ്ങൾ ഞങ്ങളെ ഇല്ലാതാക്കല്ലേ, അതെല്ലാം അങ്ങോട്ട് ചവിട്ടി തൊഴിച്ച് മാറ്റിയിട്ടേച്ച്, പാമ്പിനെയും തേളിനെയും ചവിട്ടി മാറ്റി നിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന നിൽക്കുന്ന തടസ്സങ്ങളെല്ലാം നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കളിലുള്ളതെല്ലാം അഴിഞ്ഞു പോകണമെന്ന്. ഇപ്പോൾ അഴിയണം, അഴിഞ്ഞേ ഒക്കത്തുള്ളൂ. അഴിഞ്ഞിട്ട് കർത്താവ് അത് പുതു സൃഷ്ടികളാക്കി ഞങ്ങളെ മാറ്റിയെടുക്കുന്ന സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. ഉന്നതനും വിശ്വസ്തനും, വാക്ക് പറഞ്ഞ വാക്ക് മാറാത്തവനും, നീതിയും നടപ്പുള്ളവൻ, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ വാക്യങ്ങളിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. നിൻ്റെ വചനം നദി പോലെ ഒഴുകുകയാണ്. ഇത് ദൈവത്തോട് അടുക്കും തോറും ഇതിൻ്റെ ആഴം കൂടുകയാണ്. കർത്താവെ, നീ തുടങ്ങിയത് പകുതിക്ക് വെച്ച് നിർത്തത്തുമില്ല. അപ്പച്ചൻ ഒരു പ്രവൃത്തി തുടങ്ങി മക്കൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. ഭർത്താക്കന്മാർക്ക് സുബോധം കൊടുക്കുന്നു, ഭാര്യമാർക്ക് വിവേകം ഇട്ട് കൊടുക്കുന്നു, കുഞ്ഞുങ്ങളെ പഠിക്കാൻ മിടുക്കരാകുന്നു, അവർക്ക് നീതിയുള്ള നിൻ്റെ വസ്ത്രം അവരെ ഉടുപ്പിക്കുന്നു, ദൈവത്തിൻ്റെ കരങ്ങൾ അവരെ തൊട്ടിരിക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റിയെടുക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവെ അവസാന നിമിഷത്തിൽ ഇട്ടേച്ചു പോകുന്നവരാക്കല്ലേ ഒരിക്കലും. കാരണം യുദ്ധം അപ്പോഴാണല്ലോ കൂടുതൽ. വയ്യായെന്നും പറഞ്ഞ് ഇട്ടേച്ചു പോകുന്നതാൽ ആ ഒരു തലമുറയോട് കരുണ തോന്നണമേ, കരുണ തോന്നണമേ, കരുണ തോന്നണമേ ഇട്ടേച്ചു പോകുന്ന സ്വഭാവം ഉറച്ചു നിന്ന് മുൻപോട്ട് പോകാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണം. നിന്നിൽ ഞങ്ങളെ പൊതിയണം, തലമുറകളെ. ശത്രു ഞങ്ങളെ തൊടുകയില്ല. പ്രാർത്ഥന കേട്ട് ജയം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.